ഇതേ സമയം ഓഫീസിലിരിക്കുന്ന ആദിക്ക് ഒരു ഫോൺ കോൾ വന്നു. പാർട്ട്ണർ കോളിംഗ്. ഹലോ പാർട്ട്ണർ. അതും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. അതാരാ ഒരു പാർട്ട്ണർ? ആ എനിക്കറിയില്ല, വേണമെങ്കിൽ നീ തന്നെ ചോദിക്കടി, എറിക് പറഞ്ഞു. സൂസൻ മുഖം കൂട്ടി തിരിഞ്ഞിരുന്നു. അപ്പോഴേക്കും സംസാരം കഴിഞ്ഞ് ആദി തിരികെ വന്നിരുന്നു. ആരായിരുന്നു ആദി അത്? പാർട്ട്ണർ എന്നൊക്കെ വിളിക്കുന്നു. അബിയാണോ? അല്ല, പിന്നെ ആരാ? അതൊരാള്. സമയമാകുമ്പോൾ പറയാം കേട്ടോ. പിന്നീടുള്ള ദിവസങ്ങൾ ആദി വീണ്ടും തിരക്കുകളിലേക്ക് കടന്നു. ഓഫീസിൽ നിന്നും ചെന്നൈയിലേക്ക് പോകേണ്ട ടീമിൽ ശ്രീധർ എറിക്കിനെയും ആദിയെയും ചേർത്തു. അവരെ മാനേജ് ചെയ്യാനായി. അബി വീണ്ടും കോളേജിലേക്ക് പോകാൻ തയ്യാറെടുത്തു. കൈക്ക് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. മറ്റു മുറിവുകളെല്ലാം കരിഞ്ഞിരുന്നു. ആദി ചെന്നൈയിലായ കാരണം അവളെ ഒന്ന് കാണാൻ കഴിയാതെ അവൻ തിരിച്ചു പോകാൻ ഒരുങ്ങി. പ്രോജക്റ്റ് പ്രസന്റേഷനൊക്കെ കഴിഞ്ഞു വന്ന ആദി റൂമിലെ ബെഡിലേക്ക് വീണു. അവളുടെ മനസ്സിൽ മുഴുവൻ അബിയായിരുന്നു. ശബാനയുടെ ഫോണിൽ കേട്ടതെല്ലാം അവൾ ഒന്നുകൂടെ ഓർത്തെടുത്തു. കൊല്ലാൻ നോക്കിയിരുന്നു എൻ്റെ അബിയെ, അതും സ്വത്തിന് വേണ്ടി. അവനൊരിക്കലും അതൊന്നും വേണ്ടി വരില്ല. സ്നേഹത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ച സമയത്ത് അതൊന്നും കൊടുക്കാതെ ഇപ്പോൾ പ്രായശ്ചിത്തത്തിൻ്റെ പേരിൽ ഒരു പ്രഹസനം. അതവൻ സന്തോഷത്തോടെ തന്നെ അവൻ്റെ അനിയന് നൽകിയേനെ. പക്ഷേ അതിൻ്റെ പേരിൽ അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് അവളെ സഹായിക്കുന്ന ആ ചെക്കന്മാരെ ഞാനൊന്ന് പണിഞ്ഞത്. ഇനി കുറച്ചു കാലം പിടിക്കും അവരൊന്ന് എഴുന്നേൽക്കാൻ. അതിനു മുൻപ് അബിയെ സുരക്ഷിതമാക്കാൻ ഞങ്ങളുടെ വിവാഹം മാത്രമാണ് ഒരു പോംവഴി. അതും അവൾ അറിയാതെ നടക്കണം, എത്രയും പെട്ടെന്ന്. അബിയുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. വിവാഹം കഴിയുന്നതോടെ അവനെന്തെങ്കിലും പറ്റിയാലും അവൻ്റെ സ്വത്തുക്കളുടെ അവകാശി ഞാനായി മാറും. പിന്നെ അവർ അതിന് മുതിരില്ല. ഒരു തരത്തിലും അബിയെ വേദനിപ്പിക്കാൻ തനിക്ക് കഴിയില്ല. ആരെയും അതിന് സമ്മതിക്കുകയുമില്ല. അതുകൊണ്ടാണ് അവനോട് ഒന്നും പറയാത്തത്. പക്ഷേ ചെന്നൈയിലേക്കുള്ള വരവ് വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു അവളെ. അവൻ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അവനെ അവർ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം വന്നു മൂടിയപ്പോൾ വാപ്പിയെയും വെല്ലിപ്പിച്ചെയും ഹംദിനെയും ഒരുമിച്ചിരുത്തി കാര്യം പറഞ്ഞു. അവരുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. ആദ്യം വിവാഹം, അത് കഴിഞ്ഞ് അവളുടെ കാര്യം നോക്കാം. ശബാനയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഇതായിരിക്കുമെന്നാണ് പറയുന്നത്. എങ്കിലും അബിയോട് എല്ലാം പറയുന്നതാണ് നല്ലത് എന്നായിരുന്നു അവരുടെ അഭിപ്രായം. തിരിച്ചു ചെന്ന് അബിയോട് പറയണം അവരുടെ ഇൻറ്റൻഷനെ കുറിച്ച്. അവൾ വല്ലാതെ അസ്വസ്ഥതയായിരുന്നു. അബിയുടെ കാര്യത്തിൽ അവൾ വെറും ഒരു സാധാരണ പെണ്ണാണ്. ഒരുപാട് പേടിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു പെണ്ണ്. അവൾക്ക് അബിയോട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഫോൺ എടുത്ത് അവനെ ഒന്ന് വിളിച്ചു. കോളേജിൽ കൊണ്ടുപോകുന്നതൊക്കെ തൻ്റെ ബാഗിൽ നിറയ്ക്കുകയായിരുന്നു അബി. ആദിയോട് പറഞ്ഞിട്ടില്ല. വിളിക്കുമ്പോൾ എല്ലാം അവൾ തിരക്കിലായിരുന്നു. പിന്നെ രാത്രി അവൾക്ക് നല്ല ക്ഷീണമായിരിക്കും. ഈയിടെയായി ഷുഗർ ലെവൽ വല്ലാതെ താഴുന്നുണ്ട് അവൾക്ക്. താൻ മെഡിക്കൽ എടുത്തതും അവൾക്ക് വേണ്ടിയാണ്. അറിയാം അവളുടെ കണ്ടീഷനെക്കുറിച്ച്. കൂടെയില്ലെങ്കിൽ എപ്പോഴും ഡോക്ടറുടെ ആവശ്യമുള്ള അസുഖം. അവളുടെ ഓരോ സ്റ്റേജിലും കൂടെ ഉണ്ടാകാൻ. എനിക്ക് താങ്ങായതുപോലെ അവൾക്കും ഒരു താങ്ങാവാൻ. ജീവിതകാലം മുഴുവൻ അവളോടൊപ്പം ആരുടെയും ആശ്രയമില്ലാതെ കഴിയാൻ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ള ആൾ ഞാനായിരിക്കണം എന്ന വാശി. അതിനി അവൾ എത്ര തന്നെ തളർന്നു കിടന്നാലും. ആദിയുടെ ഫോൺ കോളാണ് അവനെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ഹലോ. അപ്പുറത്ത് നിന്ന് നിശ്വാസം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവൻ കണ്ണടച്ച് അത് ആസ്വദിച്ചു. കുറച്ചു സമയം പരസ്പരം മിണ്ടാതെ കടന്നുപോയി. അബി, മിസ് യുടാ. അത് കേട്ടതും അവൻ ആ ഫോണെടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ താളം തെറ്റിയ ഹൃദയമിടിപ്പ് അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അങ്ങനെ പിടിച്ച ശേഷം അവൻ ചെവിയിലേക്ക് തന്നെ വെച്ചു. നീ എന്താ ചെക്ക എന്നെ ചെയ്തത്? ഒരു നിമിഷം പോലും നീ എൻ്റെ ചിന്തയിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു അബി. നിന്നെ ചേർത്ത് പിടിച്ച് വരിഞ്ഞു മുറുക്കാൻ തോന്നുന്നു. ആർദ്രമായ അവളുടെ സ്വരം അവൻ്റെ ശ്വാസത്തെ ഉച്ചസ്ഥായിലാക്കി. ആദി, എന്നും ഇതുപോലെ എന്നെ സ്നേഹിക്കുമോ? പ്രതീക്ഷിക്കട്ടെ ഞാൻ. എന്നും ഇതുപോലെ എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന്. എൻ്റേത് മാത്രമായി, എൻ്റെ സ്വന്തമായി. നിൻ്റെയാണ് അബി. എൻ്റെ അവസാനം ശ്വാസം വരെ നിൻ്റേത് മാത്രമായിരിക്കും. പിന്നെയും അവർ കുറേ സമയം സംസാരിച്ചു. അതിനിടയിൽ അബി നാളെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാണ് എന്ന് ആദിയോട് പറഞ്ഞു. വയ്യാതെയോ? ഇല്ല, കൈക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. വെറുതെ ക്ലാസ് മിസ് ചെയ്യേണ്ട എന്ന് കരുതി. എങ്ങനെയാ പോണേ? ട്രെയിനിൽ. രാവിലെ 10 മണിക്ക് ഇറങ്ങും. ഞാൻ പിന്നെ വിളിക്കാം അബി. പെട്ടെന്ന് അവൾ ഫോൺ വെച്ചതും അവന് എന്തോ പോലെ തോന്നി. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി ആ കൊച്ചു വീട് ലക്ഷ്യമാക്കി പോയി. അവരുടേത് മാത്രമായ ലോകത്തേക്ക്. നിയാസ്, നീ എന്താ ഈ ടെറസിൽ കിടക്കുന്നത്? വയ്യാത്ത കയ്യും വെച്ച് എഴുന്നേറ്റ് വാ, വന്ന് റൂമിൽ കിടക്ക്. അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച സമദിനെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി. ഡാ, നിനക്കറിയോ ആരാ എന്നോടിത് ചെയ്തത് എന്ന്? ഒരു പെണ്ണ്. പക്ഷേ അവളാണ് ശരിക്കും പെണ്ണ്. തുടങ്ങി. കുറച്ച് ദിവസമായി നീ ഇത് തന്നെയല്ലേ പറയുന്നേ? കേട്ട് കേട്ട് മടുത്തു ഞാൻ. നീ വാടാ.
നിനക്കറിയോ, ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ഇതുപോലെ പെരുമാറിയിട്ടുമുണ്ട്. അതിൽ ചിലർ എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങും, ചിലർ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു പോകും. പക്ഷേ ഇവൾ ഒരു റയർ പീസാ. എന്നെ വേദനിപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കിയ നോട്ടമുണ്ടല്ലോ, അതെൻ്റെ ഹൃദയത്തിലേക്ക് ചെന്നാ പതിച്ചത്. കണ്ടാൽ പനിനീർ പുഷ്പം പോലെ മൃദുലമായ ഒരു പെണ്ണ്, തൊട്ടാൽ തീജ്വാല പോലെ പൊള്ളും. ഒരു ദിവസത്തിന് വേണ്ടിയെങ്കിലും അവളെ കിട്ടുമോ എന്നാണ് ഞാൻ നോക്കിയത്. പക്ഷേ എൻ്റെ സൗന്ദര്യത്തിന് ഏറ്റ ഒരു അടിയായിരുന്നു അവളുടെ പ്രതികരണം. ഇനി എനിക്ക് ആരും വേണ്ട, അവൾ മതി. എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യയായി ഇനി ഞാൻ എൻ്റെ എല്ലാ ശീലങ്ങളും മാറ്റാൻ പോവാ അവൾക്ക് വേണ്ടി. ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. ആ ബെസ്റ്റ്. അടികൊണ്ട് സ്നേഹം തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇനി നീ അവളുടെ അടുത്തേക്ക് ചെന്നാലും അവൾ നിന്നെ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് അവളുടെ വീട്ടിൽ പോയി ചോദിച്ചാലോ, എനിക്ക് തരുമോന്ന്? അതിന് നിനക്ക് അവളുടെ വീടറിയോ? ഓഫീസിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നീ അത് നേരെ നിൻ്റെ ഉപ്പയ്ക്കും ഉമ്മാക്കും കൊടുത്തേക്ക്. ബാക്കി അവർ നോക്കിക്കോളും. നീ സമ്മതിക്കാത്തതായിരുന്നു അവരുടെ വിഷമം. ഇതറിഞ്ഞാൽ അവർക്ക് സന്തോഷമാവും. അതിന് നിയാസ് പുഞ്ചിരിയോടെ തലയാട്ടി. രാവിലെ അബി പോകാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ആരോ ഡോർബെൽ അടിക്കുന്നത് കേട്ടത്. ഹാഷി അവനെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അവനാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടുന്നത്. അവൻ വാതിൽ തുറന്നതും പുറത്തു നിൽക്കുന്ന ആളെ കണ്ട് ഒന്ന് സ്തംഭിച്ചു നിന്നു. പിന്നെ സ്വബോധം വീണ്ടെടുത്ത് അവളെ വലിച്ച് ഉള്ളിലേക്ക് കയറ്റി വാതിലിനടുത്തുള്ള ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. ആദി വല്ലാതെ പിടഞ്ഞു. കണ്ണുകൾ മിഴിച്ച് അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി. ഇത്രയും ദിവസം കാണാത്തതിലെ പരിഭവവും പ്രതീക്ഷിക്കാതെ ഇപ്പോൾ കണ്ടതിലെ സന്തോഷവും അവൻ്റെ ചുംബനത്തിൻ്റെ ആവേശം കൂട്ടി. അവനെ തടയാൻ ശ്രമിച്ച അവളുടെ കൈകളുടെ അവൻ ചുമരോട് ചേർത്ത് പിടിച്ചു. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവൻ കിതപ്പടക്കി. ആദി അപ്പോഴും നടന്നതിൻ്റെ ഷോക്കിലായിരുന്നു. ഐ ആം നോട്ട് സോറി അബൌട്ട് ദിസ്. ഇന്നലത്തെ നിൻ്റെ വാക്കുകൾ, അത് എന്നിലുണ്ടാക്കിയ ഇമ്പാക്റ്റാണിത്. കാതിൽ ചുണ്ട് ചേർത്ത് അവൻ പറയുമ്പോൾ ആദി കണ്ണുകൾ ഇറുക്കി അടച്ചു. ചുവന്നു തുടുത്ത അവളുടെ കവിളിൽ ആഴത്തിൽ പല്ലുകൾ അമർത്തി അവൻ കടിച്ചെടുത്തു. ആദി ഒന്ന് കുതറിക്കൊണ്ട് അവനെ തള്ളി മാറ്റി അകന്നു നിന്നു. ചുമരിൽ ഒരു കാൽ മടക്കി കുത്തി കൈ കെട്ടി കുസൃതിയോടെ അവൻ അവളെ നോക്കി. റബ്ബേ, ചെക്കൻ്റെ നോട്ടം ശരിയല്ലല്ലോ. വെറുതെ ഇരുന്ന ചെക്കനെ ഓരോന്ന് പറഞ്ഞ് വഴിതെറ്റിച്ചത് നീ തന്നെയല്ലേ? ചുമ്മാ ഇരുന്നാ പോരായിരുന്നോ? ആദി ഉള്ളിൽ പറഞ്ഞു. ആദിയുടെ വെപ്രാളം മനസ്സിലാക്കി അബി തന്നെ സംസാരിച്ചു തുടങ്ങി. ഇന്നല്ലേ അവിടുന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞത്? പിന്നെ എങ്ങനെ നീ ഇപ്പോൾ ഇവിടെ? അപ്പോഴാണ് ആദിക്ക് അവൾ എന്തിനാണ് വന്നത് എന്ന് ഓർത്തത്. അവൾ അവനെ പിടിച്ച് സോഫയിലിരുത്തി കൂടെയിരുന്നു. ശേഷം എല്ലാം അവനോട് പറഞ്ഞു തുടങ്ങി. ആക്സിഡൻറ്റിനെ കുറിച്ചും അതിന് പിന്നിലെ കരങ്ങളെക്കുറിച്ചും. അപ്പോൾ അതാണല്ലേ പെട്ടെന്ന് വിവാഹം വേണമെന്ന് നീ പറഞ്ഞത്? നിൻ്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല അബി. അല്ലെങ്കിലും എനിക്ക് ആ സ്വത്തുക്കളൊന്നും വേണ്ട, അത് അമന് കൊടുക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നീ പേടിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. ആദി അവൻ്റെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ചുണ്ടമർത്തി. ആദി തന്നെയാണ് അവനെ സ്റ്റേഷനിൽ വിട്ടത്. പോകുന്ന വഴി മുഴുവൻ അവനോട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ ശബ്ദത്തിലെ കരുതൽ അവൻ്റെ മനസ്സിൽ നിറച്ചു. ഡാബി, എനിക്ക് ആ വീട് ഒരുപാട് ഇഷ്ടമായി. വിവാഹശേഷം നമുക്ക് അവിടെ താമസിച്ചാൽ പോരെ? അവനിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ല എന്ന് കണ്ട് അവൾ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ടായിരുന്നു അവനും അതാണ് ആഗ്രഹമെന്ന്. അവനൊന്ന് മുന്നോട്ടാഞ്ഞ് അവളുടെ കവിളിൽ ചുണ്ടുകൾ അമർത്തി. അവൻ്റെ സന്തോഷം ആദിയുടെ ചുടുകളിലും പുഞ്ചിരി വിരിയിച്ചു. പിറ്റേ ദിവസം ആദി ഓഫീസിൽ ചെന്നതും കണ്ടത് തന്നെ കാത്തെന്ന പോലെ നിൽക്കുന്ന നിയാസിനെയാണ്. അവൾ അവനെ മറികടന്ന് പോകാൻ ഒരുങ്ങിയതും അവൻ മുന്നിലേക്ക് കയറി നിന്നു. ആദിഷ, പ്ലീസ്, എനിക്കൊന്ന് സംസാരിക്കണം. ആദി സംശയത്തോടെ അവനെ നോക്കി. സോറി, ഉപദ്രവിക്കാനല്ല, ഒരു 5 മിനിറ്റ് മതി പ്ലീസ്. ആദി ശരിയെന്ന് തലയാട്ടി അവനൊപ്പം നടന്നു. അവൻ നേരെ ക്യാൻറ്റീനിലേക്കാണ് പോയത്. 2 പേർക്കും ഓരോ കോഫി പറഞ്ഞു അവർ ഒരു ടേബിളിലിരുന്നു. ഇന്ന് തൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ടില്ലല്ലോ. സൂസനും മനുവും ലീവാണ്. എറിക്ക് ഇന്നേ ചെന്നൈയിൽ നിന്നും എത്തും. അവൾ സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു. അവളെ നെഞ്ചോട് ചേർക്കാൻ അവന് ഏറെ കൊതിച്ചു. തനിക്ക് നേരെ വിരൽ ഞൊടിക്കുന്നവളെ കണ്ട് അവനൊന്ന് ഞെട്ടി. ഇയാൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കി നിവർന്നിരുന്നു. ആദി എങ്ങനെ പ്രതികരിക്കുമെന്ന ചിന്ത അവനിൽ വിയർപ്പ് കണങ്ങൾ പൊടിച്ചു. അവൻ്റെ പരവേശം കണ്ട് ആദി നെറ്റി ചുളിച്ചു. ഞാൻ പറയുന്നത് താൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. തന്നോട് അന്ന് പെരുമാറിയത് മോശമായി എന്ന് എനിക്കറിയാം. അന്നത്തെ തൻ്റെ പ്രതികരണം ഞാൻ അർഹിക്കുന്നതാണ്. പക്ഷേ അതിനുശേഷം ഇയാൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതികാരമൊന്നുമല്ല കേട്ടോ, ശരിക്കും എനിക്ക് തന്നെ ഇഷ്ടമാണ്.
ഇതുവരെയുള്ള ഞാൻ എങ്ങനെയാണെന്ന് തനിക്കറിയാമല്ലോ. പക്ഷേ ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. അത് ഞാൻ തനിക്ക് ഉറപ്പ് തരാം. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇയാളെന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് എൻ്റെ പേരൻസിനെ അയക്കാമെന്നാണ് കരുതിയത്. പക്ഷേ തൻ്റെ അഡ്രസ്സ് ഇവിടെ നിന്നും കിട്ടിയില്ല. ശ്രീധർ സാറിന് മാത്രമേ അറിയൂ. തൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അന്നത്തെ ദിവസത്തിന് ശേഷം എന്നോടൊന്നും മിണ്ടാറില്ല. അതുകൊണ്ടാണ് തന്നോട് സംസാരിക്കാമെന്ന് കരുതിയത്. അന്നത്തെ സംഭവം മറന്ന് എനിക്കൊരു ചാൻസ് തരുമോ? ഒരിക്കലും വിഷമിപ്പിക്കില്ല തന്നെ. ഐ പ്രോമിസ്. തനിക്ക് സ്വന്തം തെറ്റ് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട്, തിരുത്താൻ തയ്യാറായതിലും. പക്ഷേ താൻ പറഞ്ഞ കാര്യം എനിക്ക് സാധിക്കില്ല. എനിക്കൊരാളെ ഇഷ്ടമാണ്. അധികം വൈകാതെ ഞങ്ങളുടെ വിവാഹമാണ്. അവർ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എറിക്ക് അങ്ങോട്ട് വന്നതും അവൻ ഒരു മാഗസിൻ എടുത്ത് ചുരുട്ടി അവളെ അടിച്ചുകൊണ്ടിരുന്നു. എന്താടാ പ്രാന്ത? എന്താണെന്നോ? നീ എന്ത് പറഞ്ഞാ ഇന്നലെ അവിടെ നിന്നും പോന്നത്? നിന്റെ ചെക്കനെ കാണാനെന്നല്ലേ? എന്നിട്ട് എങ്ങനെയാടി മനുവിൻ്റെയും സൂസൻ്റെയും കെട്ട് കഴിഞ്ഞത്? പറയടി പറട്ടെ. എന്നായാലും കെട്ടണം. വീട്ടുകാർ സമ്മതിച്ചു. അത് നടക്കില്ല. അവളുടെ അപ്പച്ചൻ അവളെ കൊണ്ടുപോകാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുതൽ അവൾ കരച്ചിലില്ല. അത് പറഞ്ഞ് മനു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കെട്ടിക്കോളാൻ. ഞാൻ ചെറുതായി ഒന്ന് സാക്ഷി ഒപ്പിട്ടേ ഉള്ളൂ. ഇത്രയും സംഭവം ഉണ്ടായിട്ട് എന്താടി കോപ്പെ എന്നോട് പറയാഞ്ഞത്? നിനക്ക് ക്യൂരിയോസിറ്റി കൂടുതലാ. പറഞ്ഞാൽ പിന്നെ നീ അവിടെ നിൽക്കില്ല. ഇപ്പോഴാണെങ്കിൽ നീ ചെന്നൈ ആയിരുന്നു എന്ന് നിന്റെ കുടുംബക്കാർക്കറിയാം. അതുകൊണ്ട് നിന്നെ സംശയിക്കില്ല. ഇനി സൂസന് അവളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിന്നിലൂടെ അറിയാനും കഴിയും. പക്ഷേ വീട്ടിലാകെ സീനാണടാ. കൊച്ചാപ്പൻ വിവരം അറിഞ്ഞ് ആരോടും മിണ്ടാതെ റൂമിനകത്ത് ഇരിപ്പാണെന്ന്. അങ്ങേർക്ക് അവളെന്ന് വെച്ച ജീവനാടാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാം ശരിയാവും. നമുക്ക് എന്തായാലും മനുവിൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ വെച്ച് ചെറിയൊരു താലികെട്ടുണ്ട്. ഞാൻ നീ വരാൻ കാത്തു നിൽക്കായിരുന്നു. സ്വന്തം പെങ്ങളുടെ കാര്യം ഞാൻ ഇങ്ങനെയാണല്ലോ അറിയുന്നത്. എൻ്റെ കർത്താവേ, കൂടുതൽ സെൻറ്റി അടിക്കാതെ വാടാ. നിയാസിനോട് പറഞ്ഞ് അവൾ അവനെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. കണ്ണിൽ നിന്നും മറയുവോളം നിയാസ് അവളെ നോക്കിക്കൊണ്ടിരുന്നു. താലികെട്ട് കഴിഞ്ഞ് മനുവിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം അവർ എറിക്കിൻ്റെ നേരെ തിരിഞ്ഞു. അനുഗ്രഹം വാങ്ങാനായി അവർ കുനിഞ്ഞതും അവൻ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. കുറച്ചു കുറുമ്പിയാണ്, എന്നാലും പൊന്നുപോലെ നോക്കണേടാ. സൂസൻ വിതുമ്പിക്കൊണ്ട് എറിക്കിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഇച്ചായ, അപ്പച്ചൻ, ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. എല്ലാം ശരിയാകും. ഒരുപാട് സങ്കടമുള്ളപ്പോൾ മാത്രമേ അവൾ അവനെ ഇച്ചായ എന്ന് വിളിക്കാറുള്ളൂ. അത് മനസ്സിലാക്കി അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. മനുവിന് അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ക്യാൻസറായി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. ആ വീട്ടിലേക്ക് സൂസൻ നിലവിളക്കുമായി വലതുകാൽ വെച്ച് കയറി. ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ആദ്യം അവരുടെ അടുത്തേക്ക് ചെന്നു. ഇതൊരു ചെറിയ വിവാഹ സമ്മാനമാണ്. അവരത് തുറന്നു നോക്കിയതും അതൊരു ഫ്ലാറ്റിൻ്റെ കീ ആയിരുന്നു. ഓഫീസിനടുത്ത് തന്നെയാണ്. ഇവിടുന്ന് പോവാൻ ബുദ്ധിമുട്ടല്ലേ? അതെ, എനിക്കൊന്നും തരാൻ പറ്റില്ല. കല്യാണം തന്നെ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഗിഫ്റ്റിന് മക്കൾ കുറച്ച് ക്ഷമിക്കേണ്ടി വരും. എല്ലാവരും ചിരിച്ചും കളിച്ചും സൂസൻ്റെ വിഷമം ഒരുവിധം മാറ്റിയെടുത്തു. ആദിയും എറിക്കും അപ്പോൾ തന്നെ തിരികെ പോയി. മനു റൂമിലേക്ക് വന്നപ്പോൾ സൂസൻ കട്ടിലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ അടുത്ത് ചെന്ന് കുനിഞ്ഞിരിക്കുന്ന അവളുടെ മുഖം വിരൽ കൊണ്ട് പിടിച്ചുയർത്തി. എൻ്റെ വഴക്കാളി, വിഷമിച്ചിരിക്കുകയാണോ? ഒന്നുമില്ലടാ. അപ്പച്ചൻ്റെ വഴക്കൊക്കെ വേഗം തീരും. നീ സമാധാനിക്ക്. ഞാനില്ലേ നിൻ്റെ കൂടെ. നമ്മുടെ എത്രയോ നാളത്തെ സ്വപ്നമല്ലടാ സഫലമായത്. ഇന്ന് നീ ഇങ്ങനെ കണ്ണ് കലങ്ങിയിരിക്കല്ലേടാ. നെഞ്ചി പിടയുന്നുണ്ട് എൻ്റെ. ചെയ്തത് തെറ്റായോ എന്ന് മുഴുവൻ പറയാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ വാ മൂടി. അവനാ കൈയെടുത്തു മാറ്റി അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി മുത്തി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ വിഷമങ്ങൾ മായ്ച്ചുകൊണ്ട് മുഖമാകെ ഓടി നടന്നു. സമയം പോകും തോറും ഇരുവരുടെയും ശരീരം ചൂടുപിടിച്ചു. അവൻ്റെ കൈകൾ അവളിൽ അലഞ്ഞു തുടങ്ങി. ഒടുവിൽ അവൻ്റെ പ്രണയം എല്ലാ തീവ്രതയും അവൾക്കായി പകർന്നു നൽകുമ്പോൾ അവൻ്റെ മുടിയിൽ വിരലുകൾ മുറുക്കി അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു അവൾ. സൂസൻ്റെയും മനുവിൻ്റെയും വിവാഹം എല്ലാവരും അറിഞ്ഞതും ഷാ അവർക്കായി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് തന്നെ ആദിയുടെയും അബിയുടെയും എൻഗേജ്മെൻറ്റ് നടത്താമെന്നും തീരുമാനമായി. വീണ്ടും ഒരു ആഘോഷത്തിനായി ചിറക്കൽ വീട് ഒരുങ്ങി. ആങ്ങളയുടെ മക്കളെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഷബാന അറിഞ്ഞില്ല. ഇതിനിടയ്ക്കെല്ലാം ആദിയുടെ ഫോണിലേക്ക് പാർട്ട്ണറുടെ കോൾ വരുന്നുണ്ടായിരുന്നു. ഡാ, നിനക്കറിയോ, അവളെ എനിക്ക് കിട്ടില്ലടാ. അവൾക്ക് വേറെ ഒരാളെ ഇഷ്ടമാണെന്ന്. ഡാ, നീ കേൾക്കുന്നുണ്ടോ? ഡാ തെണ്ടി, നീ 2-3 ദിവസമായി നട്ടപ്പാതിരയ്ക്ക് വിളിച്ച് ഇത് തന്നെയല്ലേ പറയുന്നേ? ഉള്ള തെണ്ടിത്തരം മുഴുവൻ അവളോട് കാണിച്ചിട്ട് പിന്നെ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലാതെ അവൾ നിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കോ? ഞാൻ ആരെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ലടാ. ആരോടും ഇതുവരെ എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. നഷ്ടപ്പെടുത്താൻ മനസ്സ് തോന്നിക്കുന്നില്ല. അവളെ എനിക്ക് വേണമെടാ.
നീ ടെൻഷനാവാതെ. ചിലപ്പോൾ നിന്നെ ഒഴിവാക്കാനായി അവൾ കളവ് പറഞ്ഞതാണെങ്കിലോ. നീ എങ്ങനെയെങ്കിലും അവളുടെ അഡ്രസ്സ് സംഘടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് വീട്ടുകാർ വഴി തന്നെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾ വലിയ തറവാട്ടുകാരല്ലേ. അങ്ങനെയുള്ള പ്രപ്പോസലൊന്നും ആരും തള്ളിക്കളയില്ല. വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ എതിർപ്പ് കാര്യമാവില്ല. എന്ത് വന്നാലും അവളെ എനിക്ക് വേണം. പക്ഷേ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നതുപോലെ ഒരുവൻ്റെ കൈ എന്നേ അവളെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. അവളിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്തോറും മുറുകുന്ന ഒരു കൈ. അവൻ്റേതാണെന്ന മുദ്ര എന്നേ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞതാണ്. അവനിൽ നിന്നൊരു വേർപിരിയൽ അസാധ്യവുമാണ്.